ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറി തയ്യാറാക്കാം. തേങ്ങ അരച്ചു വെച്ചിട്ടുള്ള മത്തിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലത്തെ നാടൻ രീതിയിലുള്ള കറികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയിടുക. ഉലുവ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയാൽ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കി കൊണ്ടിരിക്കുക. പച്ചമുളകിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പോൾ ചെറിയ ഉള്ളി ഇടുക. ഇതുപോലത്തെ നാടൻ മീൻ കറികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചെറിയുള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഏകദേശം വഴണ്ടി വന്ന് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നെക്സ്റ്റ് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് എരിവ് ചേർത്താലും മതി. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. മീൻ കറി പറയുമ്പോൾ കുറച്ച് പുളി എടുത്തു നിൽക്കണം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ പുളി പിഴിഞ്ഞ് ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. മീനെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ നന്നായി അരച്ചതിന് ശേഷം ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇളക്കി മൂടി വെച്ച് വേവിക്കുക. മീൻ കറി നന്നായി തിളച്ച് റെഡിയായിട്ടുണ്ട്. അതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.